നമസ്കാരം. വി ഡി സതീശൻ തഴഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സഭയിലും ഒരുപക്ഷെ ഇന്ന് മന്ത്രിയും ഒക്കെ ആകാൻ ഏറെ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ യുവ നേതാവിന്റെ വളർച്ച അത് വി ഡി സതീശന്റെ കൈവെള്ളയിൽ കിടന്നു തന്നെയായിരുന്നു. ഒന്നുമല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി, ശേഷം അദ്ദേഹം പാലക്കാടിന്റെ MLA ആയി. അതിനുശേഷം സംഭവിച്ചത് മുഴുവൻ പതനമാണ്. ഇന്ന് ഇദ്ദേഹം നമ്മുടെ രമേശ് പിഷാരടിയാണല്ലോ പാലക്കാടിലെ MLA. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ഏറിയതിനടിയിൽ നിരവധി കമന്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്: പാലക്കാടിന്റെ MLA ആയി പ്രിയപ്പെട്ട രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു, പാലക്കാടിന്റെ പ്രിയപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. അതിന്റെ അടിയിൽ വന്നിട്ടുള്ള ചില കമന്റുകൾ വായിക്കാതെ വയ്യ. അത് ഇങ്ങനെയാണ്. വിനോദ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു, ഒരു 10 രൂപ മുടക്കുന്ന കാര്യത്തിൽ നീ പിശുക്കിയത് കൊണ്ട് മിമിക്രി കാണിച്ചു കിടന്ന അവൻ MLA എന്ന് പരിഹസിക്കുന്നു. മറ്റൊരാൾ പറയുകയാണ്, പാലക്കാടുകാർക്ക് പറ്റിയ തെറ്റാണ് നീ, പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ കലഗോളി, ഞാൻ കാരണം പാലക്കാടുകാർക്ക് തല കുനിക്കേണ്ടി വരില്ല, നീ കാരണം പാലക്കാടുകാർക്ക് മാത്രമല്ല കേരളത്തിലെ സകല കൊങ്ങികൾക്കും തല കുനിക്കേണ്ടി വന്നില്ലടാ ഗർഭം കലക്കി, എന്തായാലും വ്യാജൻ എന്നുള്ള ചീത്തപ്പേര് നീ മാറ്റിയെടുത്ത് അതിനും മുന്തിയ പേര് കേൾപ്പിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറൊരാള്, ഒരു അഭിജിത്ത് പറയുന്നു, ശ്രീ മാങ്ങാണ്ടി എന്ന ഞാൻ നിയമം തെറ്റിച്ച് 30 രൂപ മുടക്കാതെ നിയമസഭയ്ക്ക് പുറത്തായി എന്ന് പറയുന്നു. അതിൽ തന്നെ വേറൊരാൾ പറയുന്നു, കിട്ടിയ അവസരത്തിൽ വെടിയൊരുപാട് നടത്തുന്നതിന് പകരം ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റിയിരുന്നുവെങ്കിൽ നീയും ഇന്ന് ഈ നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു, കേട്ടോടാ പീഡനവീര എന്നൊക്കെ നിങ്ങൾ കണ്ടമാനം പല കമന്റുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല കാലിബറൊക്കെ ഉണ്ടായിരുന്ന ഒരു യുവ നേതാവായിരുന്നു. അത് നശിപ്പിച്ചത് ഇയാളുടെ സ്വഭാവ ദൂഷ്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ യുവ നേതാവിന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിരവധി പ്രവർത്തകരെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞിരുന്നു. ഒരു ക്രൗഡ് പുള്ളറായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ കഴിഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടം വരുന്ന ഇടങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ ഒരു നാക്കിനെല്ലില്ലാത്ത വ്യക്തിയാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വാ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തും വിളിച്ചു പോകുന്ന ഒരാളാണെന്ന് അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ നേതാവിന്റെ വളർച്ചയും അങ്ങനെ തന്നെയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അതും ഇതും ഒക്കെ വിളിച്ചു പറഞ്ഞു. ഒരു ചട്ടമ്പി, എന്താ പറയുക, ഈ ചന്തയിലെ ചട്ടമ്പി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പല ചട്ടമ്പിത്തരങ്ങളൊക്കെ കാണിച്ചാണ് അദ്ദേഹം വളർന്നു വന്നത്. എന്തുവാകട്ടെ, സമൂഹ മാധ്യമങ്ങൾ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും അത് ഉപയോഗപ്പെടുത്തി എങ്ങനെ നേതാവാകാമെന്നും ഒക്കെ കാണിച്ചു തന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനം പെട്ടുപോയതും അവിടെ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പല സ്ത്രീകൾക്കോ മെസ്സേജ് അയച്ച് പല അസഭ്യമൊക്കെ പറഞ്ഞ് അവസാനം അതൊക്കെ പിടിക്കപ്പെട്ട് അതിനിടയിൽ ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹ അഭ്യർത്ഥനയൊക്കെ നൽകി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവസാനം ഗർഭചിത്രം നടത്തി എന്ന വാർത്തകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തു വന്നു. അങ്ങനെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ പെട്ടുപോയത്. നല്ല ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന പയ്യനായിരുന്നു. പക്ഷെ അവസാനം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ, വനിതാ നേതാക്കൾ പോലും ഇവൻ ആളൊരു ഞരമ്പനാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് ആകെ രാഹുലിന്റെ ഇമേജ് മുഴുവൻ ഡൗൺ ആയത്. രാഹുൽ പിന്നീട് കയറി വരാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളുടെ പല ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് പഴയതുപോലെ ക്ലച്ച് പിടിച്ചില്ല. പലരും രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് നീക്കി നിർത്താനാണ് പിന്നീട് ശ്രമം നടത്തിയത്. വി ഡി സതീശൻ പോലും അറിയാമല്ലോ, വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഷാഫി കഴിഞ്ഞാൽ പിന്നെ അത് വി ഡി സതീശനായിരുന്നു. വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം വളർത്തിയെടുത്തത്. പക്ഷേ അതേ രാഹുൽ മാങ്കൂട്ടത്തിനെ അവസാനം വി ഡി സതീശന് വെട്ടി മാറ്റേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു പരാതി വി ഡി സതീശന് മുമ്പിൽ വരുന്നു. അത് റിനിയാണ് ആദ്യം ആ പരാതി കൊടുക്കുന്നത്. ആ ഘട്ടത്തിൽ രാഹുലിനെതിരെ വി ഡി സതീശൻ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല, ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സേഫ് ആക്കാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ആ സമയത്ത് ശ്രമിച്ചത്. പക്ഷെ ശേഷം റിനി ഈ വിഷയം വീണ്ടും റൈസ് ചെയ്ത ശേഷവും നിരവധി പല സ്ത്രീകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് വരുന്നു. പല സ്ത്രീകളും രാഹുൽ മൂലം ഉണ്ടായിട്ടുള്ള ദുരനുഭവം റിനിയെ അറിയിച്ചു എന്ന് റിനി തന്നെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതാകുമ്പോഴാണ് വി ഡി സതീശൻ പെട്ടുപോകുമോ എന്ന് ഭയക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനമായിരുന്നു. ഒപ്പം വി ഡി സതീശനും വലിയ രീതിയിലുള്ള അതുമൂലം വലിയ പതനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ തിരിയുന്നു, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അനുയായികൾ തിരിയുന്നു. അങ്ങനെ എല്ലാവരും തിരിഞ്ഞ് വി ഡി സതീശനെതിരെ വലിയ രീതിയിലുള്ള യുദ്ധം ആരംഭിക്കുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണോ വേണ്ടയോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നപ്പോൾ പോലും സൈബർ ഇടങ്ങളുടെ വെട്ടുകിളികളായിട്ടുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നിശബ്ദരായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്തുകൊണ്ടെന്നാൽ അവർ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന്. കാരണം ഈ വിഷയം
വിഷയങ്ങളൊക്കെ വന്നപ്പോഴും VD സതീശൻ റിനിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. റിനിയെ കേട്ട് റിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം സത്യമാണെന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുമെന്ന് കരുതിയ VD സതീശൻ റിനിക്കൊപ്പം നിന്ന് വലിയ രീതിയിൽ തന്നെ രാഹുലിനെ ചൊടിപ്പിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഒരു അശ്ലീലമാണ് എന്ന് പറഞ്ഞ് പല ആളുകൾ രംഗത്തേക്ക് വന്നപ്പോഴും ഈ പറയുന്ന VD സതീശൻ അവരെ ആരെയും തടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി മുഴുവൻ തകർന്നടിയുമ്പോൾ ഇപ്പോൾ രാഹുൽ ഏത് പക്ഷത്താണ്, KC പക്ഷത്താണോ, RC പക്ഷത്താണോ എന്നൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പക്ഷെ രാഹുൽ ഇനി പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാനും സജീവമാകാനും പഴയതുപോലെ MLA ആകാനും ഒന്നും കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യമാണ് പ്രശ്നമായി മാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കുന്ന കാര്യമല്ല. ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുലും ജയിച്ച് അവിടെ എത്തുമായിരുന്നു. രാഹുൽ ഇത്തവണ മത്സരത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ, മത്സരിക്കാൻ വേണ്ടി രാഹുൽ UDFന്റെ പാനലിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ അത് UDFനെ മൊത്തത്തിൽ ക്ഷീണം ചെയ്യുമായിരുന്നു എന്നൊക്കെ UDFകാർക്ക് തന്നെ അറിയാം. രാഹുലിന് എങ്ങനെ പിടിച്ചു കയറാമെന്നാണ് ശ്രമം നടത്തുന്നത്. KC വേണുഗോപാൽ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ സ്വാഭാവികമായും രാഹുലിന് പെട്ടെന്ന് കയറി വരാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇനി ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്താണ് ഐറ്റം എന്ന് VD സതീശന് അറിയാം. രാഹുൽ മാങ്കൂട്ടം വലിയ കളി കളിച്ചാൽ അത് ഈ സർക്കാരിന് വലിയ ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ എന്ന് നന്നായി സതീശന് അറിയാം. അതുകൊണ്ട് സതീശൻ വളരെ വ്യക്തമായി സൂക്ഷ്മമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കത്തെ ശ്രദ്ധിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ സീറ്റിൽ ഉറച്ചിരിക്കണമെങ്കിൽ രാഹുലിനെ പോലുള്ള ആളുകളെയൊക്കെ അടക്കി നിർത്തേണ്ടതുണ്ട്. ഭരണമുള്ള സമയത്ത് ഇത്തരം വിക്രിയകൾ കൂടാനാണ് സാധ്യത എന്ന് നന്നായി തന്നെ സതീശന് പറയാം. അതുകൊണ്ട് സതീശൻ പൂട്ടാനാണ് നോക്കുകയുള്ളൂ, സതീശനെ പൂട്ടാനാണ് ഇവരും ശ്രമിക്കുകയുള്ളൂ. സതീശനെതിരെ നിരവധി ആരോപണങ്ങൾ ഇതിനോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞു. പക്ഷെ ഒരു ആരോപണത്തിൽ പോലും സതീശനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല ശക്തമായിട്ടുള്ള പിന്തുണ കൊടുത്ത് രംഗത്തേക്ക് വരുന്ന ഷാഫിയെയും രാഹുലിനെയും ഒന്നും നമ്മൾ കണ്ടില്ല. എന്നാൽ ഇവിടെ ഇന്നലെ മറ്റൊരു സംഭവം നടന്നു. പാലിയത്തുകാവിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ രമേശ് ചെന്നിത്തലയെ സംരക്ഷിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്നാൽ മേനോൻ വിവാദം വരുമ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോഴും ഒന്നും VD സതീശന് അനുകൂലമായ ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ എവിടെയും കണ്ടില്ല. എന്തായാലും പിഷാരടി MLA ആകുമ്പോൾ നല്ല ഹൃദയവേദന അത് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്ന് ആ സ്റ്റേജിലേക്ക് കയറി അവരുമൊക്കെയായി നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സാധാ പ്രവർത്തകനെ പോലെ കസേരയിൽ വന്നിരുന്ന് കണ്ടു പോകേണ്ട അവസ്ഥയുണ്ടായി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം കാരണം സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് തലകുനിക്കേണ്ട സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഭരണത്തിലേക്ക് വരാൻ വേണ്ടി അവർ പല പരിശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം ഇരുട്ടടി പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പല രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ കോൺഗ്രസിൽ വന്നു പതിച്ചത്. എന്തായാലും VD സതീശൻ ആ വിഷയത്തിലെടുത്ത നിലപാട് അത് അഭിനന്ദനാർഹമാണ്. ആരും ചെയ്യാത്തൊരു കാര്യം തന്നെയാണ് VD സതീശൻ ആ വിഷയത്തിൽ എടുത്തത്. എന്തായാലും അന്ന് അദ്ദേഹം എടുത്ത ആ നിലപാടിന് ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ കയ്യടി കിട്ടുന്നത് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു 10 അടി ദൂരത്തിൽ നിർത്തുന്നത് കൊണ്ട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടമൊക്കെ ഈ സർക്കാരിൽ ഇടപെടൽ നടത്തി ഈ സർക്കാരിൽ ഇപ്പോൾ കയറിപ്പറ്റി എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണെങ്കിൽ എന്തായാലും VD സതീശൻ സർക്കാർ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ പുറത്തുനിന്ന് ഒരു പോരാളി വാസു കളിച്ച് പഴയതുപോലെ സൈബർ ഇടങ്ങളിൽ ആക്റ്റീവായി ജനങ്ങൾക്കൊപ്പം എന്ന് വരുത്തി തീർത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഒരു റീ എൻട്രി നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അറിയാമല്ലോ, കണ്ട ചൈനയും ജപ്പാൻ ടീമുകളിലേക്ക് ലൈക്കും അതും ഇതൊക്കെ മേടിച്ചു കൂട്ടി ഒന്നുകൂടി അങ്ങനെ കയറി വരാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. ഇനിയിപ്പോ അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഇനിയിപ്പോ എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് കയറി വരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും പാലക്കാടുകാരെ സംബന്ധിച്ച് അവർക്ക് പറ്റിയ വലിയ കയ്യബദ്ധം തന്നെയായിരുന്നു. പാലക്കാടിലെ വോട്ട് ചെയ്ത ജനങ്ങൾ പോലും അവര് ഇയാളെ ഓർത്ത് ഇയാളാണല്ലോ ഞങ്ങളുടെ MLA, എങ്ങനെ ഞങ്ങളുടെ MLA രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറയും എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് അത്തരത്തിൽ വൃത്തികെട്ട കഥകളൊക്കെയാണല്ലോ പുറത്തു വന്നത്. ഒരു കഥയുമായി ബന്ധപ്പെട്ടും പുറത്തു വരുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടും ഒന്നും ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും എന്റെ ശബ്ദമല്ല എന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാലക്കാടുകാരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ അവർക്ക് പറയാൻ തന്നെ അറയ്ക്കുന്ന ഒരു പേര് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ MLA എന്നുള്ളത്. എന്തായാലും രമേശ് പിഷാരടിയെ പോലൊരു MLA അവർക്ക് ലഭിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ രമേശ് പിഷാരടിക്ക്. രമേശ് പിഷാരടി പാലക്കാടുകാർക്ക് അഭിമാനമായി മാറട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.